ഹായ് ഫ്രണ്ട്സ്, തൊലഹത്താണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നതല്ല, ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ആൻസർ നൽകാണ്. കാരണം ഒരുപാട് ആൾക്ക് ആഗ്രഹമുള്ള ഒരു വിഷയമാണ് പഴയ മോഡൽ സ്റ്റാൻഡേർഡ് വണ്ടി സെൽഫ് സ്റ്റാർട്ട് കയറ്റുക എന്നുള്ളത്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് കയറ്റാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള വണ്ടി, ഞാൻ പല വീഡിയോ ചെയ്തിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള വണ്ടി BS3 വണ്ടിയാണ്. അത് ഞാൻ സെൽഫ് സ്റ്റാർട്ട് ശരിക്കും ആഡ് ചെയ്യുന്ന സമയത്ത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതും ഏതൊക്കെ സാധനം മാറ്റണം എന്നുള്ളതും അതിനെത്ര പ്രൈസ് വരും, ടോട്ടൽ എത്ര പാർട്സ് കോസ്റ്റ് എത്ര വരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്കത് ആദ്യമായിട്ട് ഇതിന് വേണ്ടത്, ഞാനിത് ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് മോട്ടർ ESൽ വരുന്ന സ്റ്റാർട്ടിംഗ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതിന് വരുന്നത് 0.7 kV സ്റ്റാർട്ടിംഗ് മോട്ടർ കേട്ടോ. അതിന് വരുന്ന വില 2166 രൂപയാണ് വരുന്നത്. നോക്കുക, ഫസ്റ്റ് വരുന്ന സ്റ്റാർട്ടറാണ് വേണ്ടത്, സ്റ്റാർട്ടിംഗ് മോട്ടറാണ് വേണ്ടത്. രണ്ടാമത് അതിന് വേണ്ട സാധനം ആ സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ ഹൗസിംഗ് വേണം. ആ സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ ഹൗസിംഗ് സാധാരണ അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്നത് നമുക്ക് സൂട്ടാവില്ല. ഈ ഹോളും മോട്ടറുമായിട്ട് കണക്ട് ആകാൻ പറ്റിയ സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ ഹൗസിംഗ് വേണം. അപ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ ഹൗസിംഗ് വരുന്ന വില 304 രൂപയാണ്. നോക്കുക, അപ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ ഹൗസിംഗ് ആയി. പിന്നെ സ്റ്റാർട്ടിംഗ് മോട്ടറിന് ഈ ഇടാനുള്ള എല്ലെങ്കിയുടെ 4 ബോൾട്ട് ഓൾറെഡി അതിന്റെ മുകളിൽ നമുക്ക് ഇട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നുള്ളൂ. അതിന്റെ ബോൾട്ട് 4 എല്ലെങ്കിന്റെ ബോൾട്ട് ഉണ്ടാവും. ആ ബോൾട്ട് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ടൈറ്റ് ചെയ്യാവുന്നുള്ളൂ. സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ ഹൗസിംഗ് ആയി, സ്റ്റാർട്ടിംഗ് മോട്ടർ ആയിട്ടോ. ഇനി വേണ്ടത് സ്റ്റാർട്ടിംഗ് മോട്ടർ ഫിറ്റ് ചെയ്യാനുള്ള 2 എല്ലെങ്കി ബോൾട്ടാണ്. 2 എല്ലെങ്കി ബോൾട്ട്, സ്റ്റാർട്ടിംഗ് മോട്ടർ ഫിറ്റ് ചെയ്യാൻ 2 എല്ലെങ്കി ബോൾട്ട് വേണം. ഇതിനാകെ 40 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ഓക്കെ. പിന്നെ അതിന് വേണ്ടത്, രണ്ടാമത് വേണ്ടത് സ്റ്റാർട്ടിംഗ് മോട്ടറുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് പറഞ്ഞ കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടറെ കൊണ്ട് രണ്ടാമത് ഡബിൾ ഗിയർ ആണ് വേണ്ടത്. ഫസ്റ്റ് വരുന്ന ഡബിൾ ഗിയർ ആണ്. അതിൽ മോട്ടറിൽ നിന്ന് ഫസ്റ്റ് കണക്ഷൻ വരുന്ന 2 ഡബിൾ ഗിയർ വരുന്നു. അതിന് 660 രൂപയാണ് വരുന്നത്. പിന്നെ ആ ഡബിൾ ഗിയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പിന്ന് അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. ആ ഒരു പിന്നെ ഇതിന് 70 രൂപ വില വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വരാൻ പോകുന്ന ഐഡിൽ ഗിയർ ആണ്. ഐഡിൽ ഗിയർ എന്ന് പറഞ്ഞാൽ അതിന് സ്പ്രൈക്ക് ക്ലച്ചിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഒരു ഗിയറാണ് ഐഡിൽ ഗിയർ എന്ന് പറഞ്ഞ്. അതിന് 405 രൂപയാണ് വരുന്നത്. പിന്നെ ജാക്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഐഡിൽ ഗിയറിന്റെ ഒരു ജാക്ക് ഷാഫ്റ്റ് ഉണ്ട്. ഈ ഷാഫ്റ്റ് സാധാരണ BS3 വണ്ടിക്ക് ആവശ്യം ഉണ്ടാവില്ല. അത് ഓൾറെഡി അതിന്റെ മുകളിൽ ഇൻബിൽട്ട് ആയിരിക്കും. ആദ്യം ആലോചിക്കുക, BS4 വണ്ടിയാണ് നിങ്ങൾ സെൽഫ് സ്റ്റാർട്ടിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, നിർബന്ധമായിട്ടും ക്രാങ്ക് കേസ് ഓപ്പൺ ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു സാധനം അതിന്റെ മുകളിൽ ഉണ്ടാവില്ല എന്നുള്ളത് മാത്രം. ഈ ഒരു പിൻ ഉള്ളിലൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ആ ഒരു എഞ്ചിൻ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ആ ഒരു ഭാഗം ഓക്കെ ആയി, ഐഡിൽ ഗിയർ ആയി. ഇനിയാണ് വരുന്ന സ്പ്രൈക്ക് ക്ലച്ച് അസംബ്ലി. ഇത് നമുക്ക് 2 രീതി ചെയ്യാവുന്നുള്ളൂ. ഇത് ഒറിജിനൽ അസംബ്ലിയാണ് പറയുന്നത്. 4700 രൂപ സ്പ്രൈക്ക് ക്ലച്ച് അസംബ്ലിന്റെ വില വരുന്നത്. 4700 രൂപയാണ് വരുന്നത്. അപ്പം ഇത് 2 രീതി വേണമെങ്കിൽ കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാം. 2000 രൂപക്ക് സ്പ്രൈക്ക് ക്ലച്ച് അസംബ്ലി വരുന്നുണ്ട് കുറഞ്ഞ വിലക്ക്. അപ്പം ഞാനിപ്പോൾ ഇവിടെ സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് വന്ന വണ്ടികൾക്ക് ലോക്കൽ പാർട്സ് ഇട്ടിട്ടാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. കാരണം എന്തിൻ്റെ ചിലവ് കുറയുന്ന ഭാഗമായിട്ട് ചെയ്താണോ അതല്ല ഇവരൊന്നായിട്ട് കൊട്ടേഷൻ എടുത്തിട്ട് പറ്റിച്ചാണോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അതിന് പിന്നെ കുറഞ്ഞ സ്പ്രൈക്ക് ക്ലച്ചാണ് കണ്ടത്. ഇത് ഒറിജിനൽ സ്പ്രൈക്ക് ക്ലച്ചാണ്. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ഹെവി ക്രാങ്ക് ആണ് വരുന്നത്. 10.5 കിലോഗ്രാം വെയിറ്റുള്ള ക്രാങ്ക് ആണ് സ്റ്റാൻഡേർഡിന് വരുന്നത്. അപ്പോൾ അത് ആ സാധനം പിടിച്ച് തിരിക്കണം എന്നുണ്ടെങ്കിൽ ഹെവി ഒറിജിനൽ ബെയറിങ്ങിന് മാത്രമേ ലോഡ് താങ്ങാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒറിജിനൽ ബെയറിംഗ് ഇടാൻ നല്ല അത്യാവശ്യം കുറച്ച് കൂടിയാൽ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ബെയറിംഗ് ഇടാവുന്നതാണ്. എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ആഫ്റ്റർ മാർക്കറ്റ് ബെയറിംഗ് ഇടാൻ അതിന്റെ മുകളിൽ തന്നെ ഒരു ഗിയർ, അതിന്റെ മുകളിൽ പഴയ ഗിയർ ഇട്ടിട്ട് ചെറിയ രീതിയിൽ ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ, ഒരു 500 രൂപന്റെ ബെയറിംഗ് ഇട്ടിട്ടുമാണ് ആ ഒരു ഭാഗം സെറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 1-2 മാസം അല്ലെ 4-5 മാസം ചിലപ്പോൾ അടിഞ്ഞാലായി, അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ആ രീതിയിലും ആ ഭാഗം ചിലവ് കുറക്കുന്ന ആളുകളുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ഫിറ്റ് ചെയ്യുമ്പം സ്റ്റാൻഡേർഡിന് ഒറിജിനൽ അസംബ്ലി ഇട്ടാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. ഇതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. അപ്പോൾ സെൽഫിന്റെ ആ ഒരു മോട്ടർ, ആ മോട്ടറിന്റെ കണക്ഷൻ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടോ. ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് രണ്ടാമത് അതിന് പോകുന്ന സംഗതിയാണ് ബാറ്ററിന്റെ കേരിയർ കംപ്ലീറ്റ് മാറണം. 5 ആംപിയറിന്റെ ബാറ്ററി കേസ് ആണ് ഉണ്ടാവുക. അതിനാണ് ബാറ്ററി കേരിയർ കംപ്ലീറ്റ് അസംബിൾ. BS4 ബാറ്ററി കേസ് വാങ്ങിക്കണം കേട്ടോ. BS3ന്റെ വാങ്ങിച്ചതിന് 14,000 ബാറ്ററി ആവശ്യം വരും. അതിന് ബാറ്ററി കുറച്ച് വില കൂടുതലാണ്. ഭാവിയിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് 2000 ചോടം മാത്രമേ വരുള്ളൂ. 14,000 ബാറ്ററി വെച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചൊരു ആംപിയർ കൂടുതലാണെങ്കിൽ കൂടെ ബാറ്ററി മാറ്റുന്ന സമയത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് 3ന്റെ അടുത്ത് വില വരുന്നുണ്ട് ബാറ്ററിക്ക്. അതുകൊണ്ട് BS4ന്റെ ബാറ്ററി കേസ് അസംബ്ലിയാണ്. ലോക്ക് വിത്ത് ലോക്ക് സെറ്റ് അടക്കി അങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതിന് വരുന്ന വില 1420 വരുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ബാറ്ററി, ഇനി അതിന് വേണ്ട ബാറ്ററി 1950 പല വില 1600, 1700, 1900, 2000 ചോട നല്ല ബാറ്ററി. ഏത് ബ്രാൻഡ് ബാറ്ററി 2000 ചോടേ വരുന്നുള്ളൂ.
അപ്പോൾ 1900 ആ റേഞ്ചിലേക്ക് നല്ല ബാറ്ററി കിട്ടും. അപ്പോൾ കഴിയുന്ന ലോക്കൽ ബാറ്ററികൾ ആഫ്റ്റർ മാർക്കറ്റ്, അതായത് പരിചയമില്ലാത്ത കമ്പനി ഒരുപാട് ബാറ്ററി കിട്ടും. അതൊന്നും ബാറ്ററി വാങ്ങിച്ചിട്ട് എപ്പോഴാണ് പോകുമെന്ന് പറയാൻ പറ്റില്ല. കറക്റ്റ് SF സോണിക്, അതേമാതിരി എക്സൈഡ്, പിന്നെ ആമറോൺ, ഈ ബാറ്ററികളൊക്കെ വരുന്നുണ്ട്. ആ ബാറ്ററി മാത്രം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തായിട്ട് ഏറ്റവും വയറിന് ഹാർനസ് ആണ്. വയറിംഗ് കിറ്റ് എന്ന് പറയും. ഹാർനസ് നിർബന്ധമായിട്ട് വേണം. കാരണം ക്ലാസിക്കിന്റെ കംപ്ലീറ്റ് ഹാർനസ് ഇല്ലാതെ നമുക്ക് സെൽഫ് സ്റ്റാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. വയറിംഗ് ഒക്കെ വേറെ വലിച്ചിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കിറ്റങ്ങ് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് പക്ക സ്റ്റോക്ക് കണ്ടീഷനിലാവും. ഇതില്ലാതെ ചെയ്യാം. വർക്ക് കുറച്ച് ചെയ്യേണ്ടത് വരുന്നു. വയറിംഗ് വേറെ വലിച്ചു ചെയ്യണമെന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കിറ്റങ്ങ് മാറ്റി വലിയ വില ഒന്നും വരുന്നില്ല. ഏതായാലും ഇത്ര പൈസ മുടക്കുന്ന ആളുകൾ ഈ വയറിംഗ് കിറ്റ്, ഏതായാലും പഴയ വണ്ടികൾ, സ്റ്റാൻഡേർഡ് വണ്ടികളൊക്കെ വയറിംഗ് കിറ്റൊക്കെ ഏകദേശം മാറ്റാറായിട്ട് 5 വർഷം കഴിഞ്ഞ് ഏതെങ്കിലും വയറിങ്ങിന്റെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങും. അത് കോപ്പറിന്റെ ഇതൊക്കെ ക്ലാവ് പിടിച്ചിട്ട് കണക്ഷൻ കോൺടാക്ട് ചെയ്ത് കിട്ടാതെ, ക്ലാവ് പിടിച്ച് കോൺടാക്ട് കിട്ടാതെ വരിക, മിസ്സിങ് വരിക. അപ്പോൾ ആ ഒരു വിഷയം പരിഹാരമായിട്ട് നമുക്ക് വയറിംഗ് കിറ്റ് മാറ്റി ആ ഒരു വിഷയം കൂടി പരിഹാരമാവുന്ന മാത്രമല്ല, നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാനും കൂടെ പറ്റും. അപ്പോൾ 1590 രൂപയാണ് വയറിംഗ് ഹാർനസിന് വരുന്നത്. നോക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു വയറിംഗ് ഹാർനസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ സെൽഫ് സ്റ്റാർട്ടിന് വേണ്ട വേറെ ഇല്ലാണ്ട് സെൽഫ് സ്റ്റാർട്ടിന്റെ റിലേ, സ്റ്റാർട്ടർ റിലേ വേണം. 820 രൂപയാണ് സെൽഫ് സ്റ്റാർട്ടിന്റെ റിലേ വരുന്നത് കേട്ടോ. ഇതിന്റെ കൂടെ സെൽഫ് സ്റ്റാർട്ടിന്റെ റിലേ വേണം. അങ്ങനെ വയറിംഗ് കിറ്റായി മോട്ടറിന് റിലേ എടുക്കാൻ മറന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് പിന്നെ ബാറ്ററി കാരിയർ, ബാറ്ററി ബോക്സ്, ബാറ്ററി, വയറിംഗ് ഹാർനസ് ആയി. ഓക്കെ. ഇനി അതിന് വേണ്ടത് മെയിൻ കാര്യം, നമുക്ക് സിംഗിൾ ഫേസ് ചാർജിങ് യൂണിറ്റ് ആണ് സാധാരണഗതിയിൽ സ്റ്റാൻഡേർഡിന് കൊടുക്കുന്നത്. അത് 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് നമുക്ക് സ്റ്റാർട്ടർ പ്ലസ് പൾസർ കോയിൽ സാധനം വേണം. അതിന് 1400 രൂപ, 1406 രൂപയാണ് വരുന്നത്. അപ്പം ഇത് മാഗ്നറ്റ് ചാർജ് കുറവാണ്. മാഗ്നറ്റ് പഴയ മാഗ്നറ്റ് ഇടയ്ക്ക് മാറ്റി കൊടുക്കുക. അത് മാഗ്നറ്റ് ഇടയ്ക്ക് മാറ്റുന്നതാണ് കേട്ടോ. മാഗ്നറ്റ് ഇൻക്ലൂഡ് മാറ്റി കൊടുക്കാൻ നന്നാവുക. ചാർജിങ് കുറച്ച് മാഗ്നറ്റിന്റെ പവർ കുറഞ്ഞൊക്കെയാണ് ചാർജിങ് വളരെ അടിപൊളിയായിട്ട് കിടക്കും. ഇത് സ്റ്റാർട്ടർ ആൻഡ് പൾസർ കോയിൽ മാത്രമാണ് 1408 രൂപയാണ് വില വരുന്നത് കേട്ടോ. ഓക്കെ. അത് മാഗ്നറ്റിന്റെ പവർ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക. മാഗ്നറ്റ് ആവശ്യമുണ്ടെങ്കിൽ 2000 മുകളിൽ വില വരും കേട്ടോ. 2000 അടുത്ത് വില വരും. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടറായി, വയറിംഗ് കിറ്റായി, വയറിംഗ് ഹാർനസ് ആയി. പിന്നെ അതിന് വേണ്ട സ്വിച്ച് ആണ്. സെൽഫ് സ്റ്റാർട്ടിന്റെ സ്വിച്ച് ഉണ്ടാവില്ല സ്റ്റാൻഡേർഡിന്. അപ്പോൾ ആ സ്വിച്ച് നമ്മൾ മാറ്റണം. അതിന് 350 രൂപയാണ് വില വരുന്നത്. പിന്നെ രണ്ടാമത് വേണ്ടാണ് ഡീക്ലച്ച് സ്വിച്ചും എടുക്കാൻ പറഞ്ഞത്. ക്ലച്ചിന്റെ അടിയിൽ വരുന്ന ഡീക്ലച്ച് സ്വിച്ച് എന്ന് പറഞ്ഞാൽ, അതായത് സ്റ്റാർട്ടിംഗ് മോട്ടറിന് റിലീസിന് നേരത്ത് കൊടുക്കുന്ന കണക്ഷൻ കൊടുക്കുന്ന റിലേ കൊടുക്കുന്ന ഡീക്ലച്ച് സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ന്യൂട്രലാണോ ഗിയറിലാണോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. അപ്പം ആ ഒരു സ്വിച്ചിന് നമുക്കൊരു 100 രൂപ 90 രൂപ വില വരും. അതേമാതിരി സ്വിച്ചിലേക്കുള്ള വയറിന് നമുക്കൊരു 60-50 രൂപ അത് വില വരും കേട്ടോ. പിന്നെ സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ കവർ വരുന്നുണ്ട് ഇതിന്റെ കൂടെ. അതിന്റെ കൂടെ അല്ല, സ്റ്റാർട്ടിംഗ് മോട്ടറിന് ആ ക്രോമിന്റെ ഒരു കവർ വേണം. 134 രൂപയാണ് വരുന്നത്. 134 134 രൂപയാണ് വരുന്നത്. പിന്നെ വരുന്ന സാധനം നമ്മൾ RR യൂണിറ്റും സിംഗിൾ ഫേസിൽ 3 ഫേസിലേക്ക് മാറ്റിയ ക്ലാസിക്കിന്റെ RR യൂണിറ്റ് മാറ്റി കൊടുക്കുക. ബാറ്ററി ചാർജിങ് അടിപൊളിയാവും. 1079 രൂപ. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് വരുന്നത് 17,371 രൂപയാണ് OE പാർട്സിന് ഇന്നത്തെ ദിവസം. ഞാൻ പറയുന്നു, കുറെ കാലം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നത്. ആ പ്രൈസ് മാറാൻ, റോയൽ എൻഫീൽഡിന്റെ പ്രൈസ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ, അതായത് ചില സമയത്ത് കൂടും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇപ്പൊ വരുന്ന വിലകൾ അടുത്താണ്. എന്റെ അനുഭവമാണ് പറയുന്നത്. വില കൂടും കുറയും. കുറഞ്ഞ വളരെ അപൂർവമാണ്. ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വില കൂടുതൽ വരുന്നുണ്ട് ചില പാർട്സിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ GSTന്റെ ഇതിൽ തന്നെ ചില പാർട്സിന് വില കുറഞ്ഞെങ്കിൽ ചില പാർട്സിന് 3 ഇരട്ടി 2 ഇരട്ടി വില കൂടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ ആ ഈ ഒരു ഡേറ്റിൽ, ഈ ഒരു 3-ാം മാസം മാർച്ച് മാസം വരുന്ന, ഈ മാർച്ച് മാസം 11-ാം തീയതി വരുന്ന 2026 മാർച്ച് 11 വരുന്ന ഒരു പ്രൈസ് ലിസ്റ്റാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയുന്നത്. ഈ 17,326 എന്ന് പറഞ്ഞ കറക്റ്റ് OE പാർട്സിന്റെ പാർട്സ് ലിസ്റ്റ് മാത്രമാണ്. OE പാർട്സ് വെച്ച് ഒരു സെൽഫ് സ്റ്റാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പാർട്സിന് മാത്രം വില വരും. ഇനി അതല്ല, നിങ്ങൾക്ക് 500 cc മോട്ടോർ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 രൂപയുടെ കൂടുതൽ വരും കേട്ടോ. 10 രൂപയുടെ കൂടുതൽ. 500 cc മോട്ടോർ വെച്ചാൽ പക്കായി, ഒരു കുഴപ്പമില്ല, ലാസ്റ്റ് ചെയ്യും. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഈ ഒരു മോട്ടോർ വെച്ച് 2150 രൂപ മാത്രമേ വരുന്നു. 2166 രൂപ വില വരുന്നുള്ളൂ. 10 രൂപ 5 പ്രാവശ്യം മാറ്റി കഴിഞ്ഞാൽ അത്ര മോട്ടറിന്റെ വില വരില്ല. നമ്മുടെ ലൈഫിൽ ആ ഒരു 500 cc മോട്ടറിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കാനുള്ള കാര്യം, ന്യൂട്രൽ തന്നെ മാക്സിമം സെൽഫ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കഴിയുന്ന ഗിയർ ലിറ്റർ അടിക്കാതൊക്കെ ആ ഒരു ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടി. കാരണം ഹെവി ക്രാങ്കുള്ള 500 cc മോട്ടറിനൊക്കെ
500cc ക്രാങ്ക് വെച്ച്, അതായത് 10.5 kg വരുന്ന 500cc വരുന്നത് 0.9 kV മോട്ടറാണ്. ഡെൻസോന്റെ മോട്ടറാണ്, 14 സംതിങ് വില വരുന്ന മോട്ടറാണ് അതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കണം. അതേ ക്രാങ്കിന് നമ്മൾ സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ സാധാരണ 0.7 kV മോട്ടറാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ഡിഫറൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും സ്റ്റാൻഡേർഡ് സെൽഫ് അപ്ലൈ ചെയ്യുന്ന സമയങ്ങൾ എപ്പോഴും കഴിയുന്നത് 90% നിങ്ങൾ ന്യൂട്രൽ സെൽഫ് ഉപയോഗിക്കുക. അത്യാവശ്യം ട്രാഫിക് ഓഫാണ് സമയത്ത് ക്ലച്ച് ഉപയോഗിച്ച് അടിച്ചാൽ ഗിയറിലിട്ട് അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ഥിരമായിട്ട് പതിവാക്കരുത്. ചില ആളുകൾ സ്ഥിരമായിട്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് പോകുള്ളൂ. അങ്ങനെയുള്ള സമയത്താണ് സെൽഫ് സ്റ്റാർട്ടിന് കംപ്ലൈൻറ്റ് വരുന്നത്. അല്ലാതെ അത്രയും ലാസ്റ്റ് ചെയ്യും സാധനം. പിന്നെ ക്ലച്ച് എപ്പോഴും ക്ലച്ച് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലച്ച് എപ്പോഴും കറക്റ്റ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഹാഫ് ക്ലച്ചിലൊക്കെയാണ് ക്ലച്ച് പ്ലേ ഓവർ പ്ലേ ആണ്, ക്ലച്ച് റിലീസ് ആവാത്ത രീതിയിൽ അടിക്കും. ഈ ലോഡ് കംപ്ലീറ്റ് സ്പ്രേ ക്ലച്ചിനും മോട്ടറിനും ബാധിക്കും കേട്ടോ. മോട്ടറും സ്പ്രേ ക്ലച്ചും പെട്ടെന്ന് വീക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്ലച്ച് എപ്പോഴും ഫ്രീ പ്ലേ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ കുറഞ്ഞ് ലേബർ ചാർജിന്റെ കാര്യം പറയുകയാണ്. ലേബർ ഇത് അടുത്ത വീഡിയോ കറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ലേബർ ചാർജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് പറയാൻ പറ്റില്ല. ഓരോ നാട്ടിലും ഓരോ ആളുകളും വ്യത്യസ്തമായ ലേബർ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന്റെ ലേബർ ചാർജ് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. ആവശ്യമുള്ള പേഴ്സണലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടവർ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട ആ സമയത്ത് കാര്യങ്ങൾ ചെയ്തുതരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിത് കറക്റ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ഒരു വണ്ടി എങ്ങനെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. അടുത്ത വീഡിയോ ഇവിടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.